നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ 175-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാനരചയിതാവും നടനും സംഗീത സംവിധായകനുമൊക്കെയായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ഈയിടയ്ക്ക് എൻ്റെ കൃഷ്ണശിലയായി എന്ന പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ബോംബെയിലുള്ള ഒരു സുഹൃത്ത്, നേരിൽ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല, പക്ഷേ നിരന്തരം എൻ്റെ ഈ എപ്പിസോഡുകൾ കാണുകയും എനിക്കൊരു മെസ്സേജ് അദ്ദേഹം അയക്കുകയുണ്ടായി. ഇത്രയധികം ആൾക്കാരെ അറിയുകയും അടുത്ത് ഇടപഴകുകയും ഒക്കെ ചെയ്തിട്ടും നിങ്ങളിതുവരെ ഒന്നുമായില്ലല്ലോ, നിങ്ങളെപ്പറ്റി ലോകം അറിയുന്നില്ലല്ലോ, നിങ്ങളെന്നുള്ള എഴുത്തുകാരനെക്കുറിച്ച് ആരും അറിയുന്നില്ലല്ലോ, എന്താണ് അതിന് കാരണം? അതിന് കാരണം ഒന്നേ ഉള്ളൂ. കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട്. എല്ലാവരെക്കുറിച്ചും എല്ലാവരും അറിയണം എന്ന് ചിന്തിച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാനെന്ന വ്യക്തി, ഞാൻ അറിഞ്ഞവരും ഞാൻ കണ്ടവരും പരിചയപ്പെട്ടവരും പരിചയപ്പെടാൻ പോകുന്നവരും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടവരും അവരുടേതായിട്ടുള്ള മേഖലകളിൽ പ്രാവീണ്യവും കഴിവും തെളിയിച്ചു. ജീവിതമെന്ന പളുങ്കുപാത്രം കയ്യിൽ നിന്ന് വീണുടഞ്ഞാൽ പിന്നെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. കഥയും കവിതയും നോവലും ഒക്കെ എഴുതി അതിൽ നിന്നും വരുമാനമുണ്ടായി ആജീവനാന്തം ജീവിച്ചുകൊള്ളാം എന്ന് സ്വപ്നം കാണുന്നത് തന്നെ പരമവിഡിത്തമാണ്. എൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇത്രയധികം ആൾക്കാരെ കണ്ടു, ഇത്രയധികം കലാകാരന്മാരെയും ഇത്രമാത്രം എഴുത്തുകാരെയും ഇവരെയും എല്ലാം കണ്ടുവെങ്കിലും ചെറുപ്പത്തിൻ്റെ തുടിപ്പിൽ ഒരുപാട് പേരോട് അങ്ങനെ ചെയ്തു തരാമോ, ഇങ്ങനെ ചെയ്തു തരാമോ, ചാൻസ് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ എപ്പിസോഡിലും ഓരോരുത്തരെക്കുറിച്ച് പറയുമ്പോഴും ഞാനിവിടെ വിഷമമില്ലാതെ വൈക്ലഭ്യമില്ലാതെ അത് പറഞ്ഞിട്ടുണ്ട്. കാലം കഴിയുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ പ്രവൃത്തിക്കുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ എല്ലാവരെ കണ്ടും എല്ലാവരോടും അങ്ങനെ സഹായിക്കണേ ഇങ്ങനെ സഹായിക്കണേ എന്ന് പറയേണ്ട ഒരു മനസ്സല്ല ഇപ്പോൾ എനിക്ക്. അഹങ്കാരമല്ല, മറിച്ച് നമ്മുടെ കഴിവുകൾ നമുക്കെങ്ങനെ പ്രകടിപ്പിക്കാം, നമ്മുടെ കഴിവുകൾ എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് ബഹുമാനം തോന്നത്തക്ക രീതിയിൽ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ് നമ്മളാകുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്ത് വരുമ്പോൾ കണ്ടവരെയും പരിചയപ്പെട്ടവരെയും അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ, ഏകദേശം 365 എപ്പിസോഡോളം ചെയ്യണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. ക്യാമറ എടുത്തു നേരെ വെച്ചു സംസാരിച്ചു എന്ന രീതിയിലല്ല. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ട വ്യക്തികൾ, പരിചയിച്ച വ്യക്തികൾ, അവരെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, അതാണ് ഇവിടെ രസകരമായി യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ പറയേണ്ടുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങട്ടെ. വളരെ സ്നേഹധനനായിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം എഴുതിയ പാട്ടുകളിൽ നാഷണൽ അവാർഡ് വരെ കിട്ടേണ്ടിയിരുന്ന ഒരു സോങ്ങായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ
വന്നിടുമെങ്കിൽ നിനക്കായി സരയൂ തീരത്തു കാണാം. പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുനാ തീരത്തു കാണാം. എത്ര സുന്ദരമായ ഭാവനയാണ്. ദേശീയ അവാർഡിൻ്റെ തലത്തിൽ വരെ എത്തിയ ഒന്നാണ്. ഇതൊരു പുകഴ്ത്തലൊന്നുമല്ല. അതുപോലെ നൂറുകണക്കിന് ഗാനങ്ങൾ. ഞാൻ ആദ്യമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും തിരുവനന്തപുരത്തെ വല്ലീശാലയിലുള്ള മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അവിടുത്തെ തിരുമേനിയായിരുന്നു അദ്ദേഹം. ത്രിമൂർത്തികളുടെ അമ്പലവും കാന്തള്ളൂർ സർവകലാശാല നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അതുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ മേജർ ക്ഷേത്രമാണ് വല്ലീശാല മഹാദേവ ക്ഷേത്രം. അവിടെ ഭക്തർ വളരെ കുറവായിട്ടാണ് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായി അവിടെ ഒരു പ്രഭാതത്തിൽ ദർശനത്തിന് പോകുമ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ കാണുകയും അദ്ദേഹം പ്രസാദമൊക്കെ തന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ള തിരുമേനി എന്നാണ്. അപ്പോൾ എൻ്റെ ഈ പറച്ചിലും ആ വാക്കായിരിക്കും കൂടുതൽ ഉചിതം. അദ്ദേഹം പൂജയെല്ലാം കഴിഞ്ഞ് നിവേദ്യമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ ഇറക്കുകല്ലിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ നമസ്കാരം പറഞ്ഞ് തിരുമേനി നമസ്കാരം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ചിരിച്ച മുഖത്തോടെ പൂണൂരിൽ കൈവിരലുകൾ ഓടിച്ച് തലയിൽ ഊർന്നു വീഴുന്ന ചീകിയിട്ടില്ലാത്ത മുടിപടലം പുറകിലോട്ട് മാറ്റി ചിരിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എഴുത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെറിയ കുശലം പറഞ്ഞു. അമ്പലത്തിനകത്താണ് പൂജാവിധികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. അവിടെ ദർശനമെല്ലാം കഴിഞ്ഞ് പുറമേക്ക് വന്നു. അങ്ങനെ 3-4 പ്രാവശ്യം കണ്ട് സംസാരിക്കുകയും ചെയ്തു. ഒടുവിൽ ഇടപ്പഴിഞ്ഞിയിലുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ഇന്ന് അതൊക്കെ വളരെ വലിയ ക്ഷേത്രമായി മാറി. ആ പഴയ സൗന്ദര്യബോധമൊന്നും നമുക്കിന്ന് ലഭിക്കില്ല. അന്ന് ചുറ്റുപാടും വയലായിരുന്നു. വയലിൻ്റെ നടുവിൽ ഒരു കുഞ്ഞു ക്ഷേത്രം. വല്ലപ്പോഴും വന്നു പോകുന്ന 4-5 ഭക്തർ. കാലം 10-35 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു അമ്പലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പഴയ വയലും എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. അത് സ്വപ്നത്തിൽ മാത്രം കാണാവുന്ന ഒന്നാണ്. ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അന്ന് നമ്മുടെ പ്രശസ്ത നടൻ നെടുമുടി വേണുവൊന്നും സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല. ശ്രീ പദ്മഭൂഷൺ കാവാലം നാരായണ പണിക്കരുടെ ട്രൂപ്പിൽ നാടകക്കളരിയും ഒക്കെയായി അങ്ങനെ കഴിയുന്ന കാലമാണ്. അന്ന് തകര സിനിമയൊന്നും ഇറങ്ങിയിട്ടില്ല. സിനിമയിലേക്ക് അദ്ദേഹം വന്നു തുടങ്ങിയിട്ടില്ല. അന്ന് ശാസ്ത്രമംഗലത്ത് താമസിക്കുന്നത് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ തമ്പാനൂരിൽ നിന്നും സൈക്കിൾ ചവിട്ടി ഏകദേശം 10-11 കിലോമീറ്റർ കാണും. സൈക്കിൾ ചവിട്ടി ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ശ്രീ നെടുമുടി വേണുവും പത്മശ്രീ ജേതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും അവിടെ ഉണ്ടാവും. ഇതൊക്കെ ജീവിതാനുഭവങ്ങളിൽപ്പെട്ടവയാണ്. ഇതിനെയൊന്നും ഇകഴ്ത്തി കാണേണ്ട ഒന്നല്ല. വിഷമങ്ങളുടെയും ദുഃഖങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ ഒരുപാട് കടന്നാലേ ജീവിതമെന്ന കർമ്മമേഖലയിൽ നമ്മൾ കൂടുതൽ ഉയരങ്ങളിലെത്തും. ഇപ്പോൾ സൈക്കിൾ ഞാൻ ഇവിടുന്ന് തമ്പാനൂരിൽ നിന്നും അവിടെ ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടാവും. അന്ന് ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞാനും
ഇദ്ദേഹവും നെടുമുടി വേണുവും മാത്രമേ ഉള്ളൂ. ഒരു 10 മണിയോടുകൂടി അമ്പലം അടയ്ക്കും. അതിനു മുന്നേ നിവേദ്യം ഉണ്ട്. ഇതിനു മുന്നെയാണ് ഇവർ രണ്ടുപേരും അവിടെ വരിക, ഞാനും വരിക. നെടുമുടി അവിടുത്തെ തൂണുകളിൽ താളം പിടിക്കും. കൈതപ്രം തിരുമേനി നല്ല ഈണത്തിൽ പാട്ടുപാടും. അപ്പോൾ ഇടയ്ക്ക് കയറി ഞാൻ പറയും, തിരുമേനി അങ്ങനെയൊന്നുമല്ല പാടേണ്ടത്, അതിൻ്റെ രാഗം ഇതല്ല, അതിൻ്റെ വിസ്താരം ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തറിയാമടാ സംഗീതത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, സംഗീതത്തെക്കുറിച്ചിട്ട് അപാരമായിട്ട് സ്റ്റഡിയൊന്നും ചെയ്ത് ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ത്യാഗരാജസ്വാമിയൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നി ഇത് ശരിയില്ല എന്ന്. ഇങ്ങനെ നിനക്ക് സ്വരങ്ങൾ എത്രയുണ്ട് എന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാമോ? എത്ര മേളകർത്ത രാഗങ്ങളാണ്? അത് 72 രാഗങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പലതും സംഗീതത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ വളരെ ഈണത്തിൽ നല്ല ഹൃദ്യമായ രീതിയിൽ പല കീർത്തനങ്ങളും അദ്ദേഹം പാടുമായിരുന്നു. ഒരു മണിക്കൂർ നേരം നമുക്ക് കടന്നു പോകുന്നതേ അറിയില്ല. അതിൻ്റെ ലക്ഷ്യമാണ്, അതിൻ്റെ ഉദാത്തമായ ക്ലൈമാക്സാണ് പ്രശ്നം. കാരണം അന്ന് സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നോക്കമാണ്. ഇന്നത് അഭിമാനക്കുറവായി ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. അന്ന് സിനിമയിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ദീപാരാധനയെല്ലാം കഴിഞ്ഞ് നട അടച്ച് കഴിഞ്ഞ് നിവേദ്യമൊക്കെ എടുത്തു കഴിയുമ്പോൾ തിരുമേനി ചോദിക്കും, ആ തിരുമേനി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല. തിരുമേനി ഇശി ചോറാളാണല്ലേ? പുളിസമുണ്ട്, പുളിയും മുളകും ഉപ്പും കൂടെ ചേർത്തുന്ന പിഴിഞ്ഞൊരു ചെറിയൊരു കൂട്ട്. നേദിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് ചോറ് കൂടുതലിടും. 2 തൂശനിലയിൽ കുറേശ്ശെ അദ്ദേഹത്തിനും കൊടുക്കും, നെടുമുടിക്കും കൊടുക്കും. എനിക്കും ഒരു സ്പൂണിൽ ലേശം തരും. നീ വീട്ടിൽ നിന്ന് ദോശ കഴിച്ചിട്ട് വരണമല്ലേ, നീ ഇതാ കഴിച്ചാൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, പിന്നെ പാട്ടുപാടി തളർന്നതുമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഞാനും കഴിച്ചിട്ട് നട അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ കുറേ നേരം ഇരിക്കും. നാടകത്തെക്കുറിച്ചും തിരുവരങ്ങിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള സംസാരങ്ങൾ. അങ്ങനെ 1-2 ദിവസമല്ല, മാസങ്ങളോളം, ഏകദേശം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 2 മാസക്കാലത്തോളം ഈ പ്രക്രിയ തുടർന്നു. അപ്പോഴെല്ലാം നമ്മൾ പോവുകയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞു. നെടുമുടി ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചു. പിന്നെ ഞങ്ങൾ കാണുന്നത് ഋതുഭേദത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് ഓർത്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടി. വേണുവേട്ടൻ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ കൂടെ ഒന്ന് ട്രിവാൻഡ്രത്ത് ഡ്രോപ്പ് ചെയ്യണമെന്ന്. അതേക്കുറിച്ചൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊല്ലത്ത് പോയിട്ട് വേറെ 1-2 പേരെ കണ്ടിട്ടേ ട്രിവാൻഡ്രത്ത് പോകൂ എന്നൊക്കെ പറഞ്ഞു. അത് എൻ്റെ മനസ്സിനെ ഒന്ന് തട്ടി ഉലച്ചു. അപ്പോൾ ഞാൻ കാർ കടന്നു പോകുന്നതിന് മുമ്പേ ഞാൻ വേണുവേട്ടനോട് പറഞ്ഞു, എത്ര സുന്ദരമാണ് ഈ ലോകം വേണുവേട്ടാ. കാലത്തിൻ്റെ തിമിർപ്പിൽ ചെന്താമരമുട്ടുകൾ വിരിയും, ഒടുവിൽ അത് കൊഴിഞ്ഞു വീഴും. ജീവിതമല്ലേ, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞപ്പോൾ കൈകൊണ്ട് തടിയിലൊഴിഞ്ഞ് എന്നെ ഒന്ന് നോക്കി. വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ആ ക്ഷണം നിരസിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതിനുശേഷം വേണുവേട്ടനെ കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു കൈതപ്പുറത്തെക്കുറിച്ച് പറയാമെന്ന്. അങ്ങനെ അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതി, സംഗീതം ചെയ്തു, പാട്ടുകൾ പാടി പ്രശസ്തിയുടെ കൊടുപിടിയിൽ നിൽക്കുമ്പോൾ ഞാനന്ന് ദോഹയിൽ, ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലെ ഇന്ത്യൻ
എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന കാലം. അങ്ങനെ അവിടെ ശ്രീ കൈതപ്രം വരുന്നു. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് തെറാപ്പി എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വിശദീകരിച്ച് ഒരാഴ്ചക്കാലത്തോളം അദ്ദേഹം അവിടെയുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ ജോലിയെ കളഞ്ഞ് ഖത്തർ റാസ് ഗ്യാസിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ കൈതപ്രം വന്നു എന്നറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു തുണ്ടിൽ എഴുതി ശരവൺ മൈസറാണ്, കാണണം എന്ന് പറഞ്ഞൊരു തുണ്ട് എഴുതി അവിടെ റിസപ്ഷനിൽ എനിക്ക് പകരം വന്ന സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി അത് അകത്തുകൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് ഓർമ്മയില്ലല്ലോ, വെയിറ്റ് ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുഖാന്തരം ജോലിയിൽ കയറിയ അക്ഷബന്ധം മറ്റോ പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കയറി കണ്ടിട്ട് വരട്ടെ. കയറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കയറുമ്പോൾ കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്നു, കുറേ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നു. വേറെ പ്രോഗ്രാമിൽ തിരുമേനി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അടുത്ത് ചെന്ന് തിരുമേനിക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, തിരുമേനി ശരവൺ മൈസറിനെ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, എനിക്ക് പ്രായമൊക്കെ ആയല്ലേ. ഞാൻ പറഞ്ഞു, എനിക്കും കുറേ പ്രായമൊക്കെ ആയി. ഞാൻ പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്കാവോ? അപ്പോൾ നിറയെ ആൾക്കാരാണ്, കലാകാരന്മാരും കലാകാരികളും അവരുടെ ഗാർഡിയൻസൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ ഹാൾ. 2 വർഷക്കാലം ഞാൻ ജോലി ചെയ്ത ആ സ്ഥാപനമാണ്. ഞാൻ പറഞ്ഞു, തിരുമേനി, ട്രിവാൻഡ്രത്ത് ഇടപ്പഴിഞ്ഞിയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഞാനും തിരുമേനിയും നെടുമുടി വേണുവേട്ടനും എത്രയോ ദിവസം സാമജവരഗമന സാധു പാദസാക്ഷ പാലകാരാജീവ വിഖ്യാത സാമജ വരഗമന ഇത് തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ അവിടെ പാടുകയും ഞാൻ വിമർശിക്കുകയും എന്നെ വഴക്കുറയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ. അന്നത്തെ അവിടുത്തെ ആ അമ്പലത്തിലെ പോറ്റി തരുന്ന ഉഷപൂജ കഴിഞ്ഞുള്ള ചോറും മുളസ്യവും കഴിച്ച് വിശപ്പടക്കിയതും അങ്ങനെയുള്ളൊരു 1-2 മാസക്കാലം തിരുമേനി ഓർമ്മിക്കുന്നുണ്ടോ എന്ന് കാതിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. നോക്കൂ, ജരാന്തരയൊക്കെ ബാധിച്ചിരിക്കുന്ന കണ്ടില്ലേ, ഞാൻ ഒരുപാട് പ്രായമായില്ലേ, ഓർമ്മയിൽ മറന്നുപോയതാണ്. ഇല്ല, ഞാൻ ഓർത്തു ശരവണ, ഇപ്പം നമ്മൾ നേരിൽ കണ്ടിട്ട് തന്നെ 10-30 വർഷമായില്ലേ. കാലത്തിൻ്റെ ഒഴുക്കിൽ ആരെയൊക്കെ കാണുന്നു, ആരൊക്കെ കാണാതിരിക്കുന്നു എന്നത് ഒരു മുഖ്യ വിഷയമാണല്ലോ. സത്യമായും ഓർത്തെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്നെ കെട്ടിപ്പിടിച്ച് കൈവിട്ടിട്ട് അവിടെ നിന്ന ഒരുപാട് പേർ അതിശയത്തോടുകൂടി ചോദിച്ചു, ഇദ്ദേഹത്തിനെ അറിയാമോ? എത്രയോ കാലങ്ങൾക്ക് മുന്നേ എനിക്ക് ഇദ്ദേഹത്തെ അറിയാം, ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ ഇവിടെയുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും 1-2 തുള്ളി കണ്ണുനീർ പുറത്തു വീണു. എന്നോട് ക്ഷമിക്കൂ ശരവണ, ഓർമ്മയുടെ പ്രശ്നമാണ്, അല്ലാണ്ട് മനഃപൂർവ്വമല്ല. നമുക്ക് നാളെ കാണാം, നാളത്തെ ഒരു ഫംഗ്ഷനുണ്ട്, ആ ഫംഗ്ഷനിൽ വെച്ച് കാണാം. ശരവണൻ്റെ 1-2 പുസ്തകങ്ങൾ എനിക്ക് തരണം. ഞാൻ പറഞ്ഞു, തീർച്ചയായും കൊണ്ട് തരാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇതിനു വേണ്ടി ബുദ്ധിമുട്ടി ഞാൻ വന്ന അദ്ദേഹത്തിന് എൻ്റെ ആദ്യത്തെ 3-4 പുസ്തകങ്ങൾ, 2 കവിതാ സമാഹാരങ്ങളും ഒരു തിരക്കഥയും ഒക്കെ കൊടുത്തിട്ട് ഞാൻ സംവിധായകൻ ജയരാജേട്ടൻ്റെ നമ്പർ ചോദിച്ചു. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ തെളിയുന്നില്ല, എങ്കിലും ഞാൻ കുറിച്ചയക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹം ഒരാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ചെമ്പൈയുടെ ശിഷ്യനും സംഗീതജ്ഞനുമായ
കണ്ണാടിയില്ലം കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിൻ്റെയും മൂത്ത മകനായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി 1950 ആഗസ്റ്റ് 4 കണ്ണൂരിലെ കൈപ്രത്ത് ജനിച്ചു. വിദ്യാഭ്യാസത്തിനൊപ്പം പഴശ്ശി തമ്പുരാൻ കെ പി പണിക്കർ, പൂഞ്ഞാർ കോവിലകത്തെ ഭവാനി തമ്പുരാട്ടി, എസ് നാരായണൻ എന്നിവരുടെ ശിക്ഷണത്തിൽ കർണാടക സംഗീതം അഭ്യസിച്ച ഇദ്ദേഹം 1970കളിൽ കവിതയും നാടകഗാനങ്ങളും എഴുതി തുടങ്ങി. 1980 മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായി. നാടക ഗാനരചനയ്ക്കും 2 തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടി. 1985 ഫാസിൽ സംവിധാനം ചെയ്ത ഇന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചലച്ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെത്തി. 400-ലധികം ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് 1993-ലും 1996-ലും മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. 1996 ദേശാടനത്തിലൂടെ സംഗീത സംവിധായകനായ ഇദ്ദേഹത്തിന് 1997 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. അദ്ദേഹം അത് അർഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിൻ്റെ എത്രയോ ഗാനങ്ങൾ കളിവീടുറങ്ങിയല്ലോ, എത്രയോ ഗാനങ്ങൾ നമ്മുടെ മനസ്സിനെ തഴുകിക്കൊണ്ടേയിരിക്കുന്നു. രോഗഗ്രസ്തനായി മദ്രാസിൽ കഴിയുമ്പോഴും അതിനുശേഷം ഇപ്പോൾ നാട്ടിൽ കഴിയുമ്പോഴും പിന്നീട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു കത്തെഴുതി, അഭിനന്ദന കത്ത്. അത് അദ്ദേഹത്തിന് ലഭിച്ചോ ഇല്ലയോ എന്നറിയില്ല. നീ എന്നെങ്കിലും സിനിമ ചെയ്യുകയാണെങ്കിൽ എന്നെ ഗാനം എഴുതാൻ വിളിക്കണം. നീ കാശൊന്നും തരണ്ട, നിനക്ക് എത്ര ഗാനം വേണമെങ്കിലും ഞാൻ എഴുതിത്തരും, പക്ഷേ എന്നെ വിളിക്കാതിരിക്കരുത് എന്ന് ഖത്തറിൽ വെച്ച് സംസാരിക്കുമ്പോൾ അവസാനമായി പറഞ്ഞ ഇതാണ്. അന്ന് ഞാൻ പറഞ്ഞു, തിരുമേനി, ഞാൻ എന്ന് സിനിമ സംവിധാനം ചെയ്യുമെന്നോ എന്ന് ഇതുമായി ബന്ധപ്പെടുമെന്നോ എനിക്കറിയില്ല. എങ്കിലും തിരുമേനി എന്നോട് ഈ പറഞ്ഞ നല്ല മനസ്സിന് നന്ദി. എന്നെങ്കിലും ചെയ്യുകയാണെങ്കിൽ, കഴിയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും തിരുമേനിയെ കോണ്ടാക്ട് ചെയ്യാം. ജീവിതമല്ലേ, എന്നോട് ആദ്യം അറിയില്ല എന്ന് പറഞ്ഞതിന് ഞാൻ വീണ്ടും വീണ്ടും ക്ഷമ ചോദിക്കുന്നു. ശരവണ, എന്നോട് വിദ്വേഷമൊന്നുമില്ലല്ലോ. ഞാൻ പറയില്ല തിരുമേനി, കാലം ഒരുപാട് കഴിയുമ്പോൾ ആളുകൾക്ക് മാറ്റങ്ങളുണ്ടാവും, സ്വാഭാവികമാണത്. പക്ഷെ നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ആദ്യകാലങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ പിൽക്കാലത്ത് ചിലപ്പം ഒന്നും അല്ലാതായിരിക്കാം. എങ്കിലും ആ ഓർമ്മകൾ, പിന്നിട്ട വഴികൾ എല്ലാം ഓർക്കുമ്പോഴും ജീവിതത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം, അതിലൂടെ കടന്നാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. എന്തായാലും നമ്മൾ നാട്ടിൽ വെച്ചല്ലെങ്കിലും ഇവിടെ വെച്ച് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ശരവണൻ എന്നെ ഓർക്കുമല്ലോ. ഞാൻ പറഞ്ഞു, തീർച്ചയായും എന്നെ തിരുമേനി മറന്നാലും ഞാൻ തിരുമേനി മറക്കില്ലല്ലോ. കാലത്തിൻ്റെ രജതരേഖയിൽ ഒരു വലിയ വ്യക്തിത്വമല്ലേ. കാണാം തിരുമേനി, വീണ്ടും ജീവിതത്തിൻ്റെ ഒഴുക്കിൽ എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണാം എന്ന് പറയുമ്പോൾ എൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് അദ്ദേഹം മനസ്സിലെന്തോ മന്ത്രിച്ചു. എല്ലാം നല്ലതായി ഭവിക്കട്ടെ ശരവണ, കാണാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പുസ്തകങ്ങളും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ അദ്ദേഹവും കൂടെ വന്നു. ഞാൻ പറഞ്ഞു, തിരുമേനി ഫംഗ്ഷൻ നടക്കില്ലേ, തിരുമേനി ഇരിക്കൂ, വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കാലം എത്രയോ കഴിഞ്ഞെങ്കിലും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന ആ ഗാനരചയിതാവ്, ആ അതുല്യ നടൻ, അതുല്യ സംഗീതജ്ഞൻ
ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഈ ഭൂവിൽ വളരെ കാലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പഴയ ആ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടും ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.